നമസ്കാരം കൂട്ടുകാരെ, ഞാൻ കുഞ്ഞോളാണ് കേട്ടോ. ഞാൻ ഇന്നൊരു നാടൻ അയലമീൻ കറി വയ്ക്കുകയാണ്. എല്ലാവരും കാണണം കേട്ടോ. ഞാൻ ആദ്യം മൺചട്ടി വയ്ക്കുകയാണ് കേട്ടോ. മൺചട്ടിയിലാണെങ്കിൽ മീൻ കറി കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നാട്ടിൽ ഞാൻ വയ്ക്കുന്ന പോലത്തെയാണിത്. പലതരത്തിലും മീൻ കറി വയ്ക്കാം. അപ്പോൾ ഉള്ളിയാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആദ്യം ചട്ടിയിലിട്ട് നല്ല ഒന്ന് വഴറ്റണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് വഴലാൻ വേണ്ടിയിട്ട് വേഗത്തിലാവാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയിട്ടൊന്ന് ഒരു പകുതിയൊക്കെ വഴണ്ടതായി വരുന്ന സമയത്ത് ഞാനൊരു പകുതി എടുത്ത് വയ്ക്കും. അത് ഞാൻ തേങ്ങ കൂടെ കൂട്ടി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി അതിലെടുത്ത് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഉള്ളിയിൽ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടും. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് മുളക് പൊടി എത്ര വേണം നമ്മളെ ആവശ്യാനുസരണം, എരിവിനനുസരിച്ച്. അപ്പോൾ മീൻ കറി ആകുമ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവണം, എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചൊരു 1.5 ടീസ്പൂണേ ഇട്ടുള്ളൂ. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ല ഒന്ന് വറുത്ത പോലെ, എന്താ വെച്ചാൽ ആ മല്ലിപ്പൊടിയുടെ മൂപ്പായാലാണ് ആ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് നല്ല വറുത്തിട്ട് നല്ലൊരു ചോക്കന വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സ്മെല്ല് വരും ഇങ്ങനെ. ആ സമയത്ത് പുളി പിഴിഞ്ഞത് ഒഴിക്കുക. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ പച്ചയായിട്ടായിട്ടുള്ളൂ, വഴറ്റാതെ. തക്കാളി, ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളകും ഇത് കൂട്ടിയിട്ട് ഒരു പച്ചമുളകും അരിഞ്ഞതിടും. എരിവ് വേണമല്ലോ, അതിന് വേണ്ടി പച്ചമുളക്, പിന്നെ ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് അങ്ങനെ വയ്ക്കണം. എന്നിട്ട് നല്ല തിളയ്ക്കണം. അത് നല്ല തിളച്ചൊന്ന് വറ്റണം. ഇപ്പോൾ വെള്ളം പോരാത്തതിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. എന്താ വെച്ചാൽ ഈ തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് വേവണമല്ലോ, ഇഞ്ചിയെല്ലാം. അതിൻ്റെ പച്ചമുളകൊക്കെ പോകണം. ഇങ്ങനെ വെന്തിട്ട് മൂടി വയ്ക്കുകയാണ്. കുറച്ച് നേരം മൂടി വെച്ച് അത് നല്ല തിളച്ച് നല്ല വേവുമ്പോൾ ഞാൻ തേങ്ങ അപ്പോഴും ഉള്ളി എടുത്ത് വെച്ചല്ലോ, ഉള്ളി ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും തേങ്ങയും കൂടി വഴറ്റി, ഉള്ളിയും തേങ്ങയും കൂടി, കുറച്ച് തേങ്ങ മതി, അധികം തേങ്ങ ഇട്ടാലും ടേസ്റ്റ് കമ്മിയാവും. അപ്പോൾ തേങ്ങയും ഉള്ളിയും കൂടി അരച്ചത് മാറ്റി വയ്ക്കുക. അത് ലാസ്റ്റേ ഒഴിക്കുള്ളൂ. മീനൊക്കെ ഇട്ട് അതിന് ശേഷം. അപ്പോൾ ഞാൻ നല്ല തിളച്ചത് വറ്റാറായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി ഞാൻ വെളുത്തുള്ളിയും കുറച്ച് ഇടണം. വെളുത്തുള്ളി ഞാൻ ആദ്യം ഇടേണ്ടതായിരുന്നു, അത് ഞാൻ കുറച്ച് അതും ഈ മീനിൻ്റെ കൂടെ തന്നെ ഇടുക കേട്ടോ. മീനും അയലയാണ്. അപ്പോൾ ഒരു 1/2 കിലോ അയല, അത്രയേ ഉള്ളൂ. കുറച്ച് കറിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി ഉള്ളൂ. അപ്പോൾ 2 പേരാകുമ്പോൾ കുറച്ച് കറി മതിയല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് കറി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്കാളും നാളേക്കാണ് ടേസ്റ്റ് നന്നായിരിക്കുക. ഈ മല്ലി പുളി എല്ലാം കൂടി ചേർന്ന് കിട്ടണം. അപ്പോൾ നാളേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ കറി ഇന്ന് വെച്ചാൽ. അപ്പോൾ അടച്ചൊന്നും കൂടി ഈ മീനൊന്ന് വേവണ്ടേ. ഈ പുളിയിലിട്ട് മീനൊന്ന് വെന്ത് ഈ മുളക് പൊടിയും എല്ലാ എരിവൊക്കെ ഒന്ന് പിടിച്ച് മീനൊക്കെ ഉണ്ടോ അങ്ങനെ കിടക്കണം. നമ്മൾ മീൻ ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇങ്ങനെ മീൻ കറി വയ്ക്കുമ്പോൾ ചട്ടിയും അതുപോലെ ചിരട്ട കയ്യിലും, അതാണെങ്കിൽ നമുക്ക് മീനൊന്നും ഉടഞ്ഞ് കിട്ടാതെ. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയാണ്, അപ്പോൾ ഞാൻ ഉപ്പ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീൻ കറി ഒന്ന് വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണത്. നമ്മൾ മീൻ കറി പലതരത്തിലും വെക്കും, പക്ഷേ ഇത് എനിക്കറിയുന്ന പോലെ ഒരു സൈസ് മാത്രം. ഇനി നമുക്ക് മീൻ വേറെ മുളകും പുളി ഇട്ട് വയ്ക്കാം, എല്ലാം വയ്ക്കാം. അപ്പം മീൻ കണ്ടോ നല്ല ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ തേങ്ങ അരച്ചത് അതിൽ ഒഴിക്കുക. തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഒന്ന് തിള വരണം. ചട്ടിയാവുന്നതുകൊണ്ട് നമുക്ക് അടുപ്പ് ഓഫാക്കിയാലും പിന്നെ അതിൽ തിളങ്ങനെ വരും. അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ, ഒന്ന് യോജിപ്പിക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച്, ഒരുപാട് വെള്ളം വേണ്ട, ഒന്ന് കട്ടിയാവണം. അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് വരുള്ളൂ. അപ്പോൾ ഉലുവപ്പൊടിയും കൂടി ചേർത്തി നമുക്കൊന്ന് നല്ല ഇളക്കി ഒരു തിള വരുന്ന വരെ. തേങ്ങയിട്ടാൽ ഒന്ന് തിള വരണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് തിള വന്ന ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തിടണം അതിൽ. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ അത് ഓഫാക്കിയിട്ടോ. ഇനി വേറൊരു ചട്ടിയിൽ അത് വറുത്തിടണം. അപ്പോൾ ചെറിയ ഉള്ളി വെച്ചിട്ട്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക് പൊട്ടുമ്പോൾ
ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് നല്ല നൈസായിട്ട് വട്ടത്തിലരിഞ്ഞത് അതിട്ടിട്ട് നല്ല ഇളക്കി നല്ല ചോക്കന ആവണം, നല്ല മൊരിയണം ചെറിയ ഉള്ളി, അപ്പോഴേ നല്ല മണം വരുള്ളൂ. അതൊഴിച്ച് അങ്ങനെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി അടുപ്പ് അടച്ച് വയ്ക്കുക. ഇനി മീൻകറി ഇനി വിളമ്പുന്ന സമയത്ത് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ അടച്ച് വയ്ക്കുക ഒരു ലേശം നേരം. മീൻകറി ഇങ്ങനെ ഇരുന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നാളേക്കാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും മല്ലി അരച്ചിട്ട് വെക്കുന്ന സമയത്ത്. അപ്പോൾ അത് അടച്ച് വെച്ച് ഇനി കഴിക്കാൻ നേരത്ത് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ചോറ് വിളമ്പി കൊടുക്കണേ. ചോറ് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് കഴിക്കാൻ കൊടുക്കുകയാണ്. പയറുപ്പേരിയും വെച്ചു. ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു പയറുപ്പേരിയും. പച്ചക്കറിയൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ മീൻകറി നല്ല ഇഷ്ടം. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ മീനും അപ്പോൾ ഒരു 4 കഷ്ണം മീനെടുത്തിട്ട് ഞാൻ മീനും വറുത്തു. ഇതിന് പകുതി അയില എടുത്തിട്ട് അപ്പോൾ അതും മീൻകറിയും കൂടി കൊടുക്കുകയാണ്. പിന്നെ ഇത് കാണുന്ന ആൾക്കാർ ഇതാ പയറുപ്പേരിയും കൂടി കൂട്ടി കൊടുക്കുന്നത് കാണുന്നവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.